മറ്റുള്ളവരുടെ സ്നേഹവും പരിഗണനയും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ പങ്കാളിയിൽ നിന്ന് തന്നെ ഈ സ്നേഹവും പരിഗണനയും കിട്ടാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടാവും, പക്ഷെ രണ്ടുപേർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും ഇവരിൽ ഉണ്ടാകുന്നത്. സ്നേഹം എന്ന് പറയുന്നത് ഒരു 5 ഭാഷകളിലൂടെയാണെന്നാണ് പറയപ്പെടുന്നത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വാക്കുകളിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുക. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ടൈം സ്പെൻഡ് ചെയ്യുക. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ സമ്മാനമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. നാലാമത്തേത് എന്ന് പറയുന്നത് പരസ്പരം സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകുക. അതായത് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെ സഹായിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നത്. അടുത്തതാണ് ഒരു ശാരീരിക ടച്ച് അഥവാ കിസ്സിങ്, ഹഗ്ഗിങ് തുടങ്ങിയിട്ടുള്ള ശാരീരിക സ്പർശനത്തിലൂടെ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. പക്ഷെ ഇത് പലപ്പോഴും ഭാര്യക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ മനസ്സിലാകുന്നില്ല തന്റെ പങ്കാളി ഏത് രീതിയിലുള്ള സ്നേഹമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളായിരിക്കും ഒരു കപ്പിൾ കൗൺസിലിംഗിലൊക്കെ എത്തിപ്പെടുന്നത്.